ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ, സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു വീട്ടിൽ പോയി. നല്ല റാഹത്തുള്ളൊരു വീട്, അതിൻ്റെതാകുന്ന പരവാസൂര്യ വീടിന്റെ കുടിയിരിക്കലിന് എന്നെ വിളിച്ചിരുന്നതാണ്. പക്ഷെ പോകാൻ പറ്റിയില്ല. നല്ല റാഹത്തുള്ള 10,000 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായൊരു വീട് അദ്ദേഹം വെച്ചു. അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. പക്ഷെ അൽഹംദുലില്ലാ അദ്ദേഹത്തിന് അത് സൗകര്യമായി. ദുആ ചെയ്ത് ഇറങ്ങിയപ്പോ ഞാൻ അവിടെ നിന്നിട്ട്, അദ്ദേഹത്തിന്റെ കുടുംബം അപ്പുറത്തുണ്ട്, ഭാര്യ ഉമ്മാമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, മാഷാ അല്ലാ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഖൈറാണ്, നല്ലൊരു വീടും സൗകര്യമൊക്കെ അള്ളാഹു നൽകി, അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പോരുമ്പോ ആ റൂഹെ ബയാൻ കുടുംബത്തിലുള്ളവർ പറഞ്ഞു, ഉസ്താദേ, ഇത് കിട്ടാൻ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല, എന്റെ ഭാര്യ PG വരെ പഠിച്ചതാണ്, MA കഴിഞ്ഞവളാണ്. വിവാഹം കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ആ കോഴ്സ് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളത് പഠിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഉമ്മ രോഗിയായി, വാപ്പയും സുഖമില്ലാതെ കിടന്നു. അവരെ നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ എൻ്റെ ഭാര്യ തയ്യാറായി. അവൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വാപ്പ സുഖമില്ലാതിരിക്കുന്നു, വാപ്പയെ നോക്കാൻ തയ്യാറായി നിലകൊണ്ടു. മാഷാ അല്ലാ, ഇന്നിപ്പോ എനിക്കും അൽഹംദുലില്ലാ മെച്ചപ്പെട്ട ജോലിയും സൗകര്യമാണ്. ആ വാപ്പയെ നോക്കിയതിന്റെ ഗുരുത്വവും പൊരുത്തം, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കിയതിന്റെ ഗുരുത്വവും പൊരുത്തവും കണ്ടാണ് ഇതുണ്ടായത് എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. പറയാം, നല്ലൊരു വീട്, ചെറിയ കുട്ടികളോടല്ല, വലിയ പ്രായമായവരൊന്നുമല്ല. അല്ലാഹു തആല പെട്ടെന്ന് തന്നെ അവരെ ഒലിയാക്കി. ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ അവരുടെ വീട്ടിൽ, പഴയ വീട്ടിൽ താമസിക്കാൻ പോയിട്ടുണ്ട്. ബാത്റൂം സൗകര്യം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ്. അന്ന് അവര് തന്നെ എന്നോട് സങ്കടം പറയാറുണ്ട്, ഉസ്താദെ താമസിക്കാൻ വളരെ പ്രയാസമാണ്, ഉസ്താദ് ഇവിടെ വരുമ്പോൾ ബുദ്ധിമുട്ട്, എപ്പോഴും ഒരു സങ്കടമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം ഒന്ന്, അവരുപയോഗിക്കുന്നു അത് തന്നെ. അപ്പൊ ഒരാൾ കയറിയ അടുത്തയാൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട്, മക്കളും ഉണ്ട്, ആകെ ഒരു ബാത്റൂം മാത്രം, അത് കോമൺ ഹാളിനോട് ചേർന്നുള്ള ഒരു ചെറിയ ബാത്റൂമാണ്, ഇടുങ്ങിയ ബാത്റൂമാണ്. നേരത്തെ അവർ താമസിച്ചിരുന്നത് 650 സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു പെരയിലാണ്. അതും വാർത്ത തന്നെയാണ്, പക്ഷെ ചെറിയൊരു പെര. ഇന്ന് ആ വീടും സ്ഥലവും വിറ്റ് അതിനപ്പുറത്തോട്ട് മാറി നല്ല വീടും സ്ഥലവും, വീട് നല്ല ഒരെണ്ണം വെക്കുകയും പുതിയ കണ്ടംപററി സ്റ്റൈലിൽ നല്ലൊരു മനോഹരമായ വീടും വെച്ചു. 10-30 സെന്റ് സ്ഥലവും വാങ്ങി നല്ല റാഹത്തായ സൗകര്യത്തിൽ 3 കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ. നോക്കൂ നിങ്ങൾ, അതും വെച്ചതപ്പോഴാ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ. ഒരു മനുഷ്യന് 5 പൈസ ഇല്ലാതെ, പണിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു തആല അദ്ദേഹത്തെ വനിയാക്കി. അതാണ് റബ്ബ് വിചാരിച്ചാൽ തരണമെന്ന് വിചാരിച്ചത് അതൊക്കെ തരും. നമ്മളെന്താ ചെയ്യാത്ത, വാപ്പായുമ്മ നോക്കാത്ത എന്താ? എനിക്കെന്റെ ദുന്യാവ് നഷ്ടപ്പെടുമെന്ന് കരുതി മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്ന മക്കൾ. ഇന്നത്തെ തലമുറ ശരിക്കും മനസ്സിലാക്കിക്കോ. നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ അവരോടൊരു സലാം പറയുകയും അവരോടൊരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഖൈറ് നിന്റെ ജീവിതത്തിലില്ല. അവര് മരിക്കുമ്പോഴേ നീ അത് മനസ്സിലാവുള്ളൂ, അപ്പോഴാണ് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ വൈകിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പായും ഉമ്മയും ശരിക്കും മുറുകെ പിടിച്ചോ, സ്വർഗമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യുദ്ധത്തിന് വേണ്ടി, ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി കടന്നു വന്നതായ സ്വഹാബിയോട് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുവാദം ചോദിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചത്, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി വരുന്ന വ്യക്തിയാണ്, ഷഹീദാകാൻ വേണ്ടി, സ്വർഗം പുൽകാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയോട് നബി തങ്ങൾ പറയുകയാണ്, നിന്റെ വീട്ടിൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി, ഫഫീഹാ ജാഹിദ്, നീ അവളിൽ ജിഹാദ് നടത്തണേ, നിന്റെ ഉമ്മായ ശുശ്രൂഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം നിസ്കരിക്കുന്നതിലല്ല പെങ്ങളെ പുണ്യം, നിന്റേതാകുന്ന ഇബാദത്തുകൾ കണിശത വെക്കുന്നതിലല്ല, നിന്റെ മാതാപിതാക്കളെ ശ്രദ്ധ പതിപ്പിക്കുന്നതിലാണ്. രോഗികളായ മാതാപിതാക്കളെ ഗൗനിക്കാതെ നിന്റെ അമലുകൾക്ക് സ്വീകാര്യതയില്ല. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി ഞാനുമുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കൂടണേ, നീ വരേണ്ടതില്ല എന്ന് പറഞ്ഞതാകുന്ന ഹബീബായ റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഞാൻ ബദറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ഭാര്യയ്ക്ക് രോഗമല്ലേ, ഉമ്മു കുൽസൂമിന് രോഗമല്ലേ, അവളെ ചികിത്സിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് പറഞ്ഞു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബുനാ റസൂലുള്ളാഹി
ഇസ്ലാമിക ധർമ്മസമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാക്കപ്പെട്ടതാകുന്ന ബദർ രണാങ്കണത്തിലേക്ക് വരാൻ സാധിക്കാതെ സ്വന്തം ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദറിൽ പങ്കെടുത്തതിന് കൂലി അല്ലാഹു നൽകുകയാണ്. ബദരീങ്ങളുടെ നാമം പറയുമ്പോൾ നാം പറയാറുള്ള നാലാമത്തെ പദം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്താ കാര്യം? സ്വന്തം ഭാര്യയെ ചികിത്സിച്ച് വീട്ടിലിരുന്നതാ. ആര് പറഞ്ഞതാ? നബി പറഞ്ഞത്. അവിടെ ഇരിക്കാൻ നോക്കൂ നിങ്ങൾ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പുണ്യം. നമ്മളിരിക്കുവോ? ഇപ്പൊ നിസ്കാരത്തിൽ ഫർള് നിസ്കരിച്ചോണ്ടിരിക്കാൻ ഒരാൾ കുഴഞ്ഞു വീണ് എന്താ ചെയ്യേണ്ടത്? നമ്മള് എന്ത് ചെയ്യണം? അയാളൂടെ വീഴണം? അല്ല, അയാള് കുഴഞ്ഞു വീണ വ്യക്തിയെ നമ്മൾ നോക്കണം. അതൊക്കെ പഠിക്കേണ്ട മസലയാണ്. ചിലപ്പോൾ 1000 കൊല്ലം വാത് പറയുന്നതിനൊക്കെ ഈ മസല ഉപകരിക്കും. ബോറ് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് നോമ്പ് പിടിച്ചിരിക്കുക, ഞാൻ അല്ലെങ്കിൽ അല്ലാത്തൊരു സമയത്ത് നമ്മുടെ ഒപ്പം ഒരു വ്യക്തി കുഴഞ്ഞു വീണു, നമ്മളിങ്ങനെ പതുക്കെ കണ്ടുകൊണ്ട് നോക്കണം, ഇവന് വല്ല കുഴപ്പമുണ്ടോ, മരണത്തിലേക്ക് പോകുന്ന ഹാലാണോ, അതല്ല കുഴഞ്ഞു വീണിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നീ ഫർളിൽ നിന്ന് കൈയഴിക്കണ്ട. നീ അങ്ങോട്ട് കടന്നിട്ട് അയാൾ ആകെ വെപ്രാളം കാണിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ വേഗം കൈയഴിക്കണം. ചില ഹൈവാന്മാരുണ്ട്, ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, അവരവിടെ കടന്ന് മയ്യത്താവും, ഇവരിങ്ങനെ പോയപ്പോൾ ഭയങ്കര അത്വഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തൊയ്ബാത്തു എല്ലാം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇവർ വരുമ്പോൾ അവൻ വലൈക്കും സലാം പറഞ്ഞ് പോയിട്ടുണ്ടാവും, മയ്യത്തായി. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. വേഗം സലാം വീട്ടിയിട്ട് ഇയാളെ പൊക്കിയെടുക്കണം. ഒരു 2 പേര് വേണമെങ്കിൽ 3 പേര് വേണമെങ്കിൽ ആ 3 പേര് കൈയടിക്കണം, അല്ലെങ്കിൽ 5 പേര് വേണമെങ്കിൽ 5 പേര് കൈയടിക്കണം. അവർ പിന്നീട് ഫർള് നിസ്കരിക്കാം. ഇസ്ലാമിലെ നിയമം അതാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിന് കൊടുക്കുന്ന വില അതാണ്. അവനെ എത്രയും പെട്ടെന്ന് താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ പോകണം, അതാണ് വേണ്ടത്. ചിലയിടത്ത് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അയാളെങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് പൊക്കിയെടുക്കാൻ പോകുമ്പോൾ അറ്റാക്കായിരുന്നു. അറ്റാക്കിനൊന്നും സെക്കൻഡ് മതി, ആള് മയ്യത്താകുക. നിസ്കാരം കഴിഞ്ഞ് നോക്കാം. അപ്പൊ തീരെ വയ്യാത്തൊരു വ്യക്തിയാണ് അവസ്ഥ നമ്മൾ കണ്ടാൽ നിസ്കാരത്തിൽ നിന്ന് കുഴഞ്ഞു വീഴുമ്പോഴേ മനസ്സിലായിക്കോണം ഇച്ചിരി അപകടം വിഷയാണ്. വെറുതെ അങ്ങനെ കുഴഞ്ഞു വീഴുവില്ലല്ലോ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് അവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കണം. ജുമായ്ക്കാണെങ്കിൽ നിനക്കതിന്റെ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തും. അതാണ് ഞാൻ പറഞ്ഞത്. വാപ്പ സുഖമില്ലാതെ വീട്ടിൽ കിടക്കാൻ, ഉമ്മ സുഖമില്ലാതെ തീരെ വയ്യ, ICUലാണ്, നീ ജുമായ്ക്ക് പോകാൻ പാടില്ല. നിനക്ക് ജുമയേക്കാൾ വലുത് വാപ്പായ ഉമ്മയെ ശുശ്രൂഷിക്കലാണ്. ഹോസ്പിറ്റലിൽ നിൽക്കൽ നിനക്ക് ളുഹർ പിന്നീട് കളാ വീട്ടിയാൽ മതി. നിനക്ക് ജുമയില്ല, ളുഹറാണ്, ളുഹറായിട്ട് കളാ വീട്ടിയാൽ മതി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സൈഡിൽ ളുഹർ നിസ്കരിച്ചാൽ മതി. വാപ്പായ ഉമ്മയെ നോക്കണം. അല്ലാതെ ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, ICU കിടക്കാണ്, ടാറ്റാ ബൈ ബൈ പോയിട്ട് നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവര് മയ്യത്തായെങ്കിൽ അവസാനം ഒരു വെള്ളം കൊടുക്കാനുണ്ടായിരുന്ന മകൻ ഹയവാൻ, നീ അവിടെ ഇല്ലാത്തതിന്റെ പേര് നിന്നെ അള്ളാഹു ഇടങ്ങേറാക്കും. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണ് ആ പറഞ്ഞത്. മനസ്സിലാക്കി നിങ്ങൾ. ബദറിന്റെ രണാങ്കണത്തിലേക്കാണ് ബദരീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാം ഖലീഫയായി പിന്നീട് വന്ന വ്യക്തിയാണ്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നബി പറഞ്ഞതേ, ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ, ഭാര്യയെ പോയി ചികിത്സിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവരെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട, ബദറിലേക്ക് വരണ്ട. ബഹുമാനപ്പെട്ടവരെ ബദരീങ്ങളുടെ പ്രതിഫലമുള്ളവരായി അള്ളാഹു രേഖപ്പെടുത്തി. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇന്നും നമ്മൾ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ അവരെ പേര് പറയും, അല്ലാതെ പോകാൻ പറ്റൂല. കാരണം അതിന്റെ കൂലി അള്ളാഹു കൊടുത്തു. ചിലടത്ത് അങ്ങനെയാണ്, ഭാര്യയെ ചികിത്സിക്കേണ്ടി വരും, ഭർത്താവിനെ നോക്കിയിരിക്കേണ്ടി വരും. എനിക്ക് അതിനൊന്നും പറ്റൂല, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നീ ഓടാൻ പാടില്ല. അതിനേക്കാൾ വലുതാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മാതാപിതാക്കളെ ദുനിയാവിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല, ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. والضيوث الذي يقر في أهله الخبثاء. സ്വന്തം ഭാര്യയെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുന്ന ഭർത്താവും നരകത്തിലാണ്, സ്വർഗത്തിൽ കടക്കുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ സ്വഭാവം മാറുകയാണ്. ഈ അടുത്തൊരു കുടുംബം എന്നോട് സങ്കടം പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ അപകടമാണ്. വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവന് ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്റെ തനി സ്വരൂപം അറിയാൻ. രാത്രിയായ സമയത്ത് ഇവൻ അന്യ സ്ത്രീകളുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് തന്നെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് തന്നെ വന്ന് അവരുമായി ചങ്ങാത്തവും അവരുമായി ബന്ധപ്പെടുന്നതും ഒക്കെ ഒരു പെണ്ണ് കാണുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ്. സ്വന്തം ഭാര്യ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കാണിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവളാകെ തകർന്ന്, മാനസികമായി തകർന്ന് ഗർഭം ധരിച്ചത് ആ പെണ്ണ് അവസാനം മാതാപിതാക്കളോട് വിഷമം പറഞ്ഞു. ഇവൻ കയറ്റിവിടുന്നുമില്ല, വിഷയവും സങ്കടവും പ്രയാസവും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ
ചെറുപ്പക്കാരായ ആളുകളാണ്. അന്യ പെണ്ണിനോട് അത് സഹിക്കാൻ പറയാണ്. ഞാൻ നേരത്തെ ഉള്ളൊരു ബന്ധമാണ്, നീ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കെന്ന് പറയാൻ, നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറയാൻ. രണ്ട് സ്ത്രീകളെ തന്നെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരേ സമയത്ത് ബെഡിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബന്ധിപ്പിക്കുകയാണ്. പുരുഷന്മാരുടെയൊക്കെ അവസ്ഥയാണ്. മോശപ്പെട്ട ലൈംഗിക ചേഷ്ടയുള്ള പല വീഡിയോസുകൾ കണ്ടിട്ട് സ്വന്തം കുടുംബത്തെ അത്തരത്തിലേക്ക് മാറ്റുരയ്ക്കപ്പെടുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപൂർണമായി കാവലിലാക്കണേ അല്ലാ. അതുപോലെ പുരുഷന്മാരായ ആളുകൾ സ്വർണ്ണം ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്. കഴുത്തേലൊക്കെ സ്വർണ്ണം ഇട്ട് നടക്കുക ഹറാമാണ്. പട്ടുവസ്ത്രം ധരിക്കൽ പുരുഷന് ഹറാമാണ്. സ്ത്രീകൾക്ക് ഹലാൽ, പുരുഷന് ഹറാമായതാണ് സ്വർണം ധരിക്കലും പട്ടുവസ്ത്രവും. കയ്യിൽ നല്ല സ്വർണത്തിന്റെ ചെയിൻ ഇട്ട് നടക്കുക, കഴുത്തേൽ തൊടല് പോലെ നായക്കിടുന്ന പോലെ ഹൈവാൻ ഇട്ടുകൊണ്ട് നടക്കാണ്. വലിയ ഹാജിയാരാ, എന്നിട്ട് കഴുത്തേൽ ഈ സ്വർണത്തിന്റെ ചെയിൻ ഇട്ടുകൊണ്ട് നടക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകം വിലക്ക് വാങ്ങാണ് നീ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിശക്തിയുക്തം എതിർക്കാണ്. ഭർത്താക്കന്മാർ അത്തരത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഹില്ല ദഹബു വൽ ഹരീറു ലിൽ ഇനാസി മിൻ ഉമ്മതി വഹുരിമ അലാ ദുകൂരിഹാ. പട്ടുവസ്ത്രവും സ്വർണവും എന്റെ ഉമ്മത്തിൽ നിന്നുള്ള പുരുഷന്മാർക്ക് അനുവദനീയമാണ്, പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, സ്ത്രീകൾക്ക് ഹലാലുമാണ്. പുരുഷന്മാർക്ക് തനിച്ച ഹറാമാണ് സ്വർണം ധരിക്കുക. മുമയ്യിസായ വകതിരി വെത്തുന്നത് വരെ കുട്ടികൾക്ക് ധരിപ്പിക്കാം. നമ്മൾ ചെറിയ കുട്ടികൾക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കും അല്ലേ? ചെറിയ 1 വയസ്സ് 2 വയസ്സ് വകതിരി വെത്തുക ഒന്നൊരു പ്രായമുണ്ട്. ചിലപ്പോൾ അതൊരു 5 വയസ്സ് 6 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെ വകതിരി ഓരോരുത്തർക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. ഒരു 5 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? കയ്യിൽ സ്വർണത്തിന്റെ വള ഇട്ട് കൊടുക്കുക, കാലിൽ സ്വർണത്തിന്റെ തള ഇട്ട് കൊടുക്കാറില്ലേ? കൊടുക്കാം. അതിന് അനുമതിയാണ് പുരുഷന്മാർക്ക്, ചെറിയ കുട്ടികൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കണം, സ്വർണം ഒഴിവാക്കണം. ചില കുട്ടികൾക്ക് അങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് ശീലിക്കുന്ന ഉമ്മമാരുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ ചിലർ ഞാൻ വലിയ കാശുകാരനെന്ന് അറിയിക്കാൻ വേണ്ടി 5 വിരലും സ്വർണത്തിന്റെ മോതിരമൊക്കെ ഇട്ട് കഴുത്തെ വലിയൊരു തൊടല് പോലെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. സ്വർണം നിഷിദ്ധമാണ്, സ്വർണ്ണം ഇടാൻ പാടില്ല. വെള്ളി തന്നെ, വെള്ളിയുടെ തൊടലിടാവോ? അതും പറ്റൂല. വെള്ളി തന്നെ നിനക്ക് അനുവദിക്കപ്പെട്ടത് പുരുഷന് വളരെ കുറഞ്ഞ ഗ്രാമാണ്. അതാണ് ഒരു മോതിരത്തിന്റെ അളവ്. മോതിരം മോതിരം കെട്ടിക്കുന്ന സ്ഥലമുണ്ട്, കൊണ്ടോട്ടിക്കെട്ടെന്ന് പറയും. വേണേ നിങ്ങൾ പഠിച്ചെടുത്തു. കൊണ്ടോട്ടിക്കെട്ടെന്ന് പറയും. ഇത് കൊണ്ടോട്ടിക്കെട്ടാണ്. കൊണ്ടോട്ടിക്കെട്ടെന്ന് പറഞ്ഞാൽ എന്താ? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മോതിരക്കെട്ടിന്റെ ഭയങ്കര സെറ്റപ്പ് കെട്ടുന്ന ടീമുകൾ. അവിടെയാണ് കൊണ്ടോട്ടിക്കെട്ട്. ഇതെനിക്കൊരാൾ തന്നതാട്ടെ, ഞാൻ അവിടം വരെ പോയി കെട്ടിച്ചെന്നില്ല. മലപ്പുറത്തുള്ള ഒരു ഉസ്താദ് തന്നെയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊണ്ടോട്ടിക്കെട്ടാണ്. കാരണം ഇതിന്റെ ഒരു കെട്ട്, ഇതിന്റെ ഒരു ശൈലി വെറൈറ്റി കെട്ടാണ്. പല സ്റ്റൈലിൽ മോഡലിൽ കെട്ടിത്തരും. മോതിരക്കെട്ടിന്റെ കളം എവിടെയാണുള്ളത്? വിശാദിക്ക കൊണ്ടോട്ടി പോണം. മലപ്പുറം ജില്ല കൊണ്ടോട്ടി. ഏറ്റവും മെയിൻ പല മോഡലിൽ കെട്ടും. ഏത് വിരലിനെ പറ്റിയതും കെട്ടും. നമ്മളവർക്ക് ഈ കുഞ്ഞു വിരലിനെ പറ്റൂലല്ലോ, ഇതിനെ ഇത്രയും ഇത് പറ്റുമോ? അതൊക്കെ അവര് ചെയ്തു തരും. അങ്ങനെ മോതിരം ഒരു വിരലിലേ ഇടാവുള്ളൂ. പുരുഷന്മാര് 10 വിരലുണ്ട്, 10 വിരലിലും കൂടെ 10 മോതിരം പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് ഒരു മോതിരമേ ധരിച്ചിരുന്നുള്ളൂ. അത് തന്നെ വലത്തെ കൈയുടെ ചെറുവിരലിൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ. പുരുഷന്മാർക്കായി പറയുന്ന കേട്ടോ. സ്ത്രീകൾക്ക് വിരലുകൾക്ക് ധരിക്കാം, വിഷയമൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ഇടുന്നത്. കുറേ മോതിരം സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒക്കെ ഇഷ്ടം പോലെ ഇടുക. ഒന്നിലധികം അണിയാൻ പാടില്ല, ഒരു സമയത്ത് അണിയാൻ പാടില്ല. 10 മോതിരം ഉണ്ട്, ഒരെണ്ണം ഒരു സമയത്ത് അണിയാം. ളുഹറിന് ഒന്നിട്ട്, അസറിന് അടുത്ത് ഇട്ട് കുഴപ്പമില്ല, മഗ്‌രിബിന് വേറെ ഇട്ടിട്ടോ, അതിനെന്താ കുഴപ്പം? എല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. അത് വിശുദ്ധ ഇസ്ലാമില്ല. അപ്പൊ മനസ്സിലായോ? വെള്ളിയുടെ അളവ് പോലും മോതിരത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ പാടില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച അതാണ്. വളരെ ശ്രദ്ധിക്കണം പുരുഷന്മാർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, പ്രവാചകന്റെ ഓർമ്മപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ദുനിയാവിൽ നീ പരിശുദ്ധമായ ദീനിൽ നീ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അമലാണ് നിന്റെ കുടുംബത്തെ നീ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് കഷ്ടപ്പെട്ട് നിന്റെ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കുടുംബത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നോക്കി നിന്റെ മക്കളെ പരിപാലിച്ച്
നിന്റെ വസ്ത്രവും നിന്റെ മക്കളുടെ വസ്ത്രവും ഒക്കെ അലക്കി തേച്ച് നിന്റെ വീടെല്ലാം കൃത്യമായി കഴുകി ശുദ്ധീകരിച്ച് വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിക്കുന്ന ഭാര്യമാരെ പ്രത്യേകം ഗൗനിക്കണേ. കഫാ ബിൽ മർഇ സമൻ അൻ യുളയ്യ മൻ യഖൂത്. വിവാഹം കഴിഞ്ഞ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാത്തവൻ ഏറ്റവും വലിയ കുറ്റവാളിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയല്ലാത്ത മറ്റുള്ള പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് നിഷിദ്ധമാണ്. അന്യ സ്ത്രീയുള്ള സ്ഥലത്തേക്ക് നീ കടന്നു ചെല്ലല്ലേ. നബിതങ്ങൾ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നീ നിന്നെ സൂക്ഷിക്കണേ, അന്യ പെണ്ണുമായി തനിക്കുന്നതിനെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നീ നിന്നെ സൂക്ഷിക്കണം, അന്യ പെണ്ണുമായി തനിച്ചിരിക്കുന്നതിനെ ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന മുതലാളിമാര് ശ്രദ്ധിച്ചോ, ജോലി ചെയ്യാൻ വേണ്ടി അവിടെ സ്ത്രീകളെ കൊണ്ടുവരും. എനിക്കറിയാവുന്ന ഒരു മുതലാളി, ഒരു വ്യക്തി, അദ്ദേഹം അവസാനം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഏതാണ് നല്ല കുടുംബം, മലബാറിൽ നിന്നൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് നല്ല റാഹത്തായി ജീവിച്ച് പ്രായം 65 കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അയാൾ എന്ത് ചെയ്തു? ജോലിക്കാരിയെ നിർത്തി, നല്ല സുന്ദരികളായ തരുണിമണികളെ ജോലിക്കാരിയെ നിർത്തി. അവസാനം അതിലൊരു പെണ്ണ് പറഞ്ഞു പരത്തി, എന്ത്, ഇയാൾ എന്നെ കയറി പിടിച്ചു എന്ന്. ആങ്ങളമാരെല്ലാം കൂടെ വന്ന് കൂമ്പിന് 2 ഇടി ഇടിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിച്ചോണം ഇവിടെ എന്ന് പറഞ്ഞു. ഇവിടെ ദാരിദ്ര്യത്തിന്റെ പടുതാഴിയിലാണ്. അവസാനം നിക്കാഹ് കഴിക്കേണ്ടി വന്നു. ഈ പാവം പിടിച്ചോൻ 2ാം ഭാര്യയാക്കി കൊണ്ടുവന്നു. സ്വത്ത് മുഴുവൻ അവളുടെ കൈവശം. 1ാം ഭാര്യ അനങ്ങുന്നില്ല, 2ാം ഭാര്യയുടെ കൈവശം എല്ലായി. ഹിക്മത്തിൽ അവള് കയറിപ്പറ്റി, പണിക്ക് കൊണ്ടുവന്നതാണ്. അവള് പറഞ്ഞു, ഈ ഭർത്താവ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ കയറി പിടിച്ചിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. സംഭവം അങ്ങനെ നടന്നിട്ടില്ല. നല്ലൊരു ആബിദായ മനുഷ്യൻ. അയാൾ ആകെ പെട്ടുപോയി, പാവപ്പെട്ടവൻ. സമൂഹത്തിന്റെ മുന്നിൽ ഇനിയൊരു വിഷയമാകുമെന്ന് മനസ്സിലായിട്ട് അയാൾ ആകെ പെട്ടുപോയി. എന്താ കാരണം? പലപ്പോഴും ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പെണ്ണുമായിട്ട്. അതുകൊണ്ടാണ് ആരോപണം വന്നപ്പോൾ അതിന് വിധേയനാകേണ്ടി വന്നത്. കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നല്ല അറിയാവുന്ന ചാർട്ട് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ് അടുത്തിരുത്തിയതാണ്. അവസാനം ഉള്ളതും കൂടി പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചാർട്ടും കൊണ്ടുപോയി, അക്കൗണ്ടും കൊണ്ടുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വലിയ മുതലാളിമാര് പഠിച്ചോ, ശരിക്കും മനസ്സിലായിക്കോ. ജോലിക്ക് കയറ്റുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം, ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും നല്ല ക്യാമറകൾ വേണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്ത് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാലും ക്യാമറ ഓഫ് ചെയ്യാൻ കൈ അറിയാതെ പോകും, ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഇയ്യാക്കും, നിങ്ങളെ സൂക്ഷിക്കണേ, ഒറ്റയ്ക്ക് പീകളുമായി സ്ത്രീകളുമായി തനിക്കുന്നതിനെ ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്നത്. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ശ്രദ്ധിക്കണേ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ഭർത്താവിന്റെ കുടുംബക്കാരോ അത്തരത്തിലുള്ള പുരുഷന്മാരുമായി തനിക്കുന്നതിനെ കുറിച്ച് നബിയെ അഭിപ്രായം എന്താണ്? ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ അനിയൻ, അവനൊക്കെ ആയിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകാമോ? അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയൻ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോവാ, നല്ല റാഹത്ത്. ഡൂക്കിലാണ് പോകുന്നതെങ്കിൽ ഒന്നുകൂടി ചേർന്നിരിക്കാം. അങ്ങനെ നല്ല റാഹത്തായിട്ട് പോവാണ്. ഒറ്റയ്ക്ക് ഒരു കാറിൽ തന്നെ സഞ്ചരിക്കാം പാടില്ല, നിഷിദ്ധമാണ്. വിശുദ്ധ ഇസ്ലാം മനസ്സിലാക്കണം. ഉടനെ നബിതങ്ങൾ പറഞ്ഞു, അൽഹം വൽ മൗതു, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് തന്നെ തനിക്കൽ അത് മരണത്തിന് സമാനമാണ്, അത് വലിയ അപകടമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ വിഷയം, അധിക കുടുംബങ്ങളിലും പിഴച്ചു പോകാൻ കാരണം ശ്രദ്ധ ചെലുത്താത്തത് ഈ ഒരൊറ്റ വിഷയം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, സൗന്ദര്യം തുളുമ്പുന്ന ഭാര്യയുമായി അനുജൻ ഒളിച്ചോടിപ്പോയി. എത്ര വാർത്തകളാണ് ഈ കേൾക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് ഒളിച്ചോട്ടത്തിന്റെ വാർത്തകളൊക്കെ കൂടുതലാണ്. ഇപ്പൊ കായംകുളത്ത് ഈ അടുത്തൊരു വ്യക്തി ആത്മഹത്യ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അദ്ദേഹം ലൈവ് ചെയ്തിട്ട് എന്താ പറഞ്ഞത്? കാരണം എന്താ? എന്റെ ഭാര്യ എന്നെ ചതിച്ചു എന്ന്. നിങ്ങൾ ആരും കണ്ടില്ലേ? അല്ല, നല്ല കുഞ്ഞുങ്ങളാണല്ലോ, ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നോക്കിയോ. കണ്ടില്ലായിരുന്നോ? എവിടെയാണ്? ന്യൂസിലാൻഡിലോ എവിടെ കണ്ടുള്ള ഒരു പെണ്ണാണ് ഭാര്യ. അവൾ എന്ത് ചെയ്തു? എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അതെന്ത് വന്നാലും ചെയ്യാൻ പാടില്ല. എന്ത് വിഷമം ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും ആത്മഹത്യ ചെയ്താൽ എന്തുകൊണ്ടാണോ ആത്മഹത്യ ചെയ്യുന്നത് അതേ ശിക്ഷ കൊണ്ട് തന്നെ നാളെ നിന്നെ പരലോകത്ത് കാലാകാലം ശിക്ഷിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ബ്ലേഡ് ഇങ്ങനെ എടുത്തിട്ട് നരമ്പ് മുറിച്ചിട്ടാണെങ്കിൽ നാളെ അവിടെ മശറയിലെത്തുമ്പോൾ നരമ്പിൽ മുറിക്കാൻ ബ്ലേഡ് തരും. മുറിക്കുക, രക്തം വാരുക, മരണപ്പെടുക, വേദന സഹിക്കുക, വീണ്ടും ജീവനിട്ട് തരിക, കയ്യിലേക്ക് ബ്ലേഡ് വെച്ച് വീണ്ടും മുറിക്കുക, വീണ്ടും രക്തം വാരുക. അങ്ങനെ തന്നെ കാലാകാലം. ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടാ മരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ മരിക്കും, വീണ്ടും വീണ്ടും കാലാകാലം. അതല്ല, നീ വലിയതാകുന്ന കെട്ടിടത്തിന്റെ മുകളിൽ താഴോട്ട് ചാടിയിട്ടാണോ മരിച്ചത്, അങ്ങനെ തന്നെ കാലാകാലം ശിക്ഷിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ തന്നെയാണ് ശിക്ഷ കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. നബി തങ്ങൾ പറയുന്നു, ഇയ്യാകും വൽ ഹമ്മ, നീ നിന്നെ സൂക്ഷിക്കണേ. വൽ ഹമ്മ, ഭർത്താവിന്റെ കുടുംബക്കാരെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിന്റെ ജ്യേഷ്ഠ അനുജന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഒളിച്ചോട്ടങ്ങളും ബന്ധങ്ങളും എപ്പോഴും വീട്ടിൽ തമ്മിൽ കാണാൻ പാടില്ലെങ്കിലും കാണൽ ഉണ്ടാവുന്നു. അതിലൂടെ ബന്ധം ദൃഢപ്പെടുന്നു, വലിയ അപകടത്തിലേക്ക് എത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കാതെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടോ, അതൊക്കെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മനസ്സിലായിക്കോ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ പുരുഷന്മാരുടെ വസ്ത്രവിധാനം നടത്തുന്നവരുണ്ട്. പാടില്ല. നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്. പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ നടത്തൽ പാടില്ല, നിഷിദ്ധമാണ്. സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷനും ധരിക്കരുത്, ഹറാമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പുരുഷൻ ധരിക്കുന്ന വസ്ത്രം തീ ധരിച്ചുകൊണ്ട് നടക്കുക. ഇന്നത്തെ തലമുറയിൽ അങ്ങനെയാണ്. ബർമുഡ ഇട്ടുകൊണ്ട് നടക്കുന്നത് പെണ്ണുങ്ങളാണ്. പുരുഷനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്ന് എത്ര കാലമായിട്ടും അത് പറയുന്നു. സ്ത്രീകൾ അത് ശ്രദ്ധിക്കലില്ല. നിര്യാണിക്ക് മുകളിൽ തന്നെയാണ് മിക്ക സഹോദരിമാര്. ആണോ അല്ലയോ? ആണ്. പുരുഷന്മാര് നിര്യാണിക്ക് താഴോട്ട് പോകരുതെന്ന് പറഞ്ഞു. നമ്മൾ നോക്കി ഈ ഇരിക്കുന്നവരെ തന്നെ നോക്കി, ആരും എഴുന്നേക്കുന്ന സമയത്ത് തുണി അല്പം കയറ്റി കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യാണ്. പാൻസും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന തുണിയൊക്കെ ഇപ്പോഴും നമ്മൾ നെരിയാണിക്ക് താഴെയാണ്. കാരണം അതാണ് നമുക്കിടയിലുള്ള ഫാഷൻ. ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനറാണ് ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫാഷൻ പഠിപ്പിച്ചതാണ് നേരത്തെ. ഏതാ ഫാഷൻ വേണ്ടത്? നെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രവിധാനം. ഇന്ന് ആ ഫാഷനിലേക്ക് സ്ത്രീകൾ പോയി അല്ലെ. കണങ്കാല് വരെ കയറ്റി വെക്കുന്നതായ പാൻസ് ഒക്കെ ധരിച്ച് നടക്കുകയാണ്. എന്നിട്ട് കാലിൽ 2 തളയിട്ടിട്ടുണ്ടാവും. വിരലിൽ ഒരു സാധനം ഇടുമല്ലോ. ഇപ്പൊ എന്താണ്? വിരലിൽ 2 ഐറ്റം ഇടത്തില്ല. എന്താണ് അതിന് പേര്? വിരലൊരു റിങ് ഇടും. അതിനെന്തൊരു പേര് പറയും. അത് ഇടുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ അത് ഇടുന്നത് നല്ല സ്ത്രീകളുടെ ലക്ഷണം അല്ല. അത് വടക്കേ ഇന്ത്യയിലൊക്കെ ഇടുന്നത് മറ്റേ സംഭവം അറിയിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വെടിയും പുകയുടെ അഹലുകാർ ഇടുന്നതാണ്. അതിട്ടോണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ നടക്കുന്നത് നല്ല റാഹത്തായിട്ട് 4 വിരലിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അറിയാൻ മേല. യഥാർത്ഥത്തിൽ ആ സാധനം ഇടുന്നത് എങ്ങനെയാണ്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കരുത്. അപ്പൊ അതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. ഞാൻ ഈ അടുത്തൊരുത്തരെ കണ്ടപ്പോ ഉണ്ട്, അവൻ ചെവിയിൽ കടുക്കനിട്ട് മൂക്കിലും കടുക്കനിട്ട് കിടക്കുന്നു പുരുഷൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൂക്കിൽ ഒരു ഭയങ്കര റിങ് ഒക്കെ ഇട്ട് നടക്കുന്നു. ഈ അടുത്ത് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഉമ്മത്താൻ. മുടി ഇങ്ങനെ നീട്ടി വളർത്തിരിക്കുക, ചെവിക്കുറ്റിക്ക് താഴേക്ക് പാടില്ല. പുരുഷന്മാര് വെട്ടി നിർത്തണം. ചെവിക്കുറ്റിയുടെ കറക്റ്റ് ലെവല് വെച്ച് എപ്പോഴും മുടി വെട്ടി നിർത്തണം. മുടി അങ്ങനെയാ. മുടി അതിന് താഴോട്ട് വളർത്താനേ പാടില്ല. അത് വളർത്തൽ സുന്നത്തേ അല്ല, അത് മനസ്സിലാക്കണം. ചെവിക്കുറ്റി വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് പുരുഷന്മാര് മുടി വെട്ടി നിർത്തണം. മീശ വെട്ടി ചുരുക്കി നിർത്തണം. മീശ വളർത്തണം ഇന്ന് പുരുഷന്മാര് മിക്കവരും. ചുണ്ടിന് മുകളിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. രാവിലെ അത്താഴം കഴിച്ചതിന്റെ അംശം ചെയ്ത് ഇപ്പോഴും ഉണ്ട്. നാക്ക് വെച്ചൊന്ന് തടി നോക്കിയാൽ മതി, ഇപ്പോഴും ഇരിക്കുകയാണ്. മീശ വെട്ടി നിർത്തണം. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടണം. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് താഴത്തെ ചുണ്ടിന്റെ കറുപ്പ് പോലും കാണുന്നില്ല. ആ രീതിക്ക് താഴോട്ട് പോയിരിക്കുകയാണ്. വീടി വലിച്ച് കറുത്തിരിക്കുകയാണ്. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വേണം എന്ത് നിർത്താൻ? മീശ വെട്ടി നിർത്താൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനാണ്. താടി ഒരു അല്പസ്വല്പം ഇനി നമ്മുടെ ജീവിതത്തിൽ വേണം. വലിയ താടിയൊന്നും വേണ്ട. വലിയ താടിയായ പിന്നെ നിങ്ങൾ ചീഫ് ഇമാമാവും. അത് വേണ്ട. ചെറിയ താടി മതി. ഒരു ചെറിയൊരു സുന്നത്ത്. എന്തിനാണ് അത് പറയുന്നത്? നിങ്ങൾക്ക് താല്പര്യം വരുത്താൻ വേണ്ടിയാണ്. വലിയൊരു താല്പര്യത്തിൽ വെച്ച് ആലിമിന്റെ അടയാളത്തിലേക്ക് സാധാരണക്കാർ പോകണ്ട. ഒരു ചെറിയൊരു താടി വെക്കിൽ റമദാനിൽ നമ്മൾ തുടങ്ങിയത്. ചെറുതായിട്ടൊരു കുറ്റിത്താടി വന്നിട്ടുണ്ട്. അതങ്ങനെ നിലനിർത്തി പോരിൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ
എന്തായാലും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ താടി വെച്ചോളിൻ, അതൊന്നും ഒരു കുഴപ്പമില്ല. നരച്ചതല്ലേ ഉസ്താദെ. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു മുടി നരച്ചിട്ടുണ്ട്, ഒരൊറ്റ മുടി. സയ്യിദുനാ ഇബ്രാഹിം, ഞാൻ നിർത്തുകയാണ്, ദുആയിലേക്ക് കിടക്കാം, ശരിക്കും ശ്രദ്ധിക്കണേ. ഒരൊറ്റ മുടി നരച്ചു. അപ്പൊ ചോദിച്ചു, ഭാര്യ ചോദിച്ചു, ഇതെന്താ മുടി നരച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനോട് ചോദിച്ചു, മാ ഹാദാ യാ അല്ലാഹ്, അള്ളാഹു ഇതെന്താണ്? ശ്രദ്ധിക്കട്ടെ, ഇതെന്താണ് അള്ളാഹു? ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദിഹി വഖാറുൻ, ഇതെന്താണ്? എന്താണ്? വഖാർ യൂനിസാൻ. പഴയ ക്രിക്കറ്റ് കളിക്കാരൻ ഒരുത്തനുണ്ട് പാകിസ്ഥാനിൽ, അതാണോ വഖാർ എന്ന് പറഞ്ഞാൽ? ഗാംഭീര്യം. വഖാർ എന്ന് പറഞ്ഞാൽ ഗാംഭീര്യമാണ്. ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് എന്ത്? നര എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹു എനിക്ക് നീ ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ, ഒരു മുടി നരച്ചത് ഭാര്യ ചോദ്യം ചെയ്തതാണ്. ഈ ദുആ അങ്ങോട്ട് കഴിഞ്ഞപ്പോ തലയിലെ മുടിയും താടിരോമവും എല്ലാം നരച്ചുപോയി. ദ്വാരന്നാ പിന്നെ ഇജാബത്തിന് ആളാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരു മുടി നരച്ചപ്പോ ഭാര്യ ചോദിച്ചു, എന്താ ഇത് നരച്ചിരിക്കുന്നല്ലോ, നര വായിച്ചല്ലോ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ അള്ളയോട് ചോദിച്ചു, അള്ളാഹ് ഇതെന്താ സംഭവം? അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇതെന്താണ്? ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്, എങ്കിൽ എനിക്ക് ആ ഗാംഭീര്യം വർദ്ധിപ്പിക്കണേ എന്ന് ദ്വാരുന്നു. ഉടനെ തലയിലെ രോമം താടി രോമം ഒക്കെ അങ്ങ് നരച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അത് കറുപ്പിക്കാൻ നടന്നിട്ടില്ല സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോപ്പിക്കാൻ പറ്റും. എങ്ങനെ ചോപ്പിക്കാം? ഹന്നാ കൊണ്ട്. ഹന്ന എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി കൊണ്ട് ചോപ്പിക്കാൻ അനുവദനീയാണ്. കറുത്ത പെയിന്റ് അടിക്കുക അത് പാടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇപ്പൊ കറുത്ത നിലയ്ക്കുള്ള മൈലാഞ്ചി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഒക്കെ അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ അറിയോ? കറുത്ത നിലയ്ക്കുള്ള മൈലാഞ്ചി ഉണ്ട്, അങ്ങനെ ഉണ്ടാ? അതിന് എങ്ങനെയാണെന്നുള്ള അതിനെ കുറിച്ച് ഇനി പഠിക്കണം. നര ബാധിക്കുന്ന ആളുകൾ കറുത്ത നിലയ്ക്കുള്ള മൈലാഞ്ചി അടിച്ചിട്ട് 80 വയസ്സുള്ള കാക്കൊക്കെ ഇപ്പോഴും നല്ല സുന്ദരനായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ശരിക്കും മനസ്സിലാക്കണേ. എന്താ കാര്യം? ഹന്നാ കറുപ്പിക്കുന്നതാകുന്ന മൈലാഞ്ചി അത് അനുവദനീയാണോ? മൈലാഞ്ചി തന്നെയാണോ? അസിലിയായ മൈലാഞ്ചി ആണെങ്കിൽ ഓക്കെ. അതല്ല അതിനകത്ത് വല്ല കൃത്രിമം ചേർത്തിട്ടാണെങ്കിൽ, വെള്ളം ചേരാതായെങ്കിൽ നിന്റെ വുളൂഉം നിസ്കാരം ഒന്നും ശരിയാവൂല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ, ഇബാദത്തുകളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകമായി ഉണർത്താനുള്ള ഒരു വിഷയം കൂടിയുണ്ട്. മിക്ക സ്ത്രീകളും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കൂല. അത് പറയേണ്ട ഒരു വിഷയമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും 40 ദിവസമാണ്. 40 ദിവസം ജമാഅത്തിന് പോകുന്നതാണ് സംഭവം. 40 ദിവസം ജമാഅത്തിന് പോകാന്ന് പറയാം. അതല്ല ഇത്. 40 ദിവസം കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങാണ് പെണ്ണുങ്ങൾ. കരോട്ട, കുൻഫു, ബ്ലാക്ക് ബെൽറ്റ് റോഡിലെല്ലാം കാണാം. പറ്റൂല. 40 ദിവസത്തേക്കുള്ള ഒരു പരിപാടി ഇല്ല. ഒരിക്കലും മനസ്സിലാക്കണം. ഇരിക്കേണ്ടത് എത്ര ദിവസമാണ്? ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിൽ 4 മാസവും 10 ദിവസവും നിർബന്ധമായും ഇരിക്കണം. അങ്ങനെയാണ്. ശരിക്കും മനസ്സിലായിക്കോ. പെണ്ണുങ്ങളുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. 40 ദിവസമേ ഞാൻ ഇരിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞൊരു പെണ്ണിറങ്ങിയാലോ ശിക്ഷ അവൾക്കാണ്, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയ പെണ്ണ് 4 മാസവും 10 ദിവസവും നിർബന്ധമായും ഇരിക്കണം. ആ സമയത്ത് ഗർഭമുള്ള പെണ്ണാണ് എങ്കിൽ ഭർത്താവ് മരിച്ചു, പിറ്റേ ദിവസം തന്നെ നീ ഗർഭം പ്രസവിച്ചു, നിന്റെ കഴിഞ്ഞു, വിഷയമില്ല. അതല്ലാതെ നോർമലിൽ സാധാരണ രീതിയിലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 10 ദിവസവും തന്നെ ഇരിക്കണം. 4 മാസവും 10 ദിവസം എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി? 130 ദിവസമായി. 130 ദിവസം കലണ്ടറിൽ അപ്പോഴേ നോക്കിയിട്ടോണം. 130 ദിവസത്തിന് ശേഷമേ ഇനി നിനക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. ആവശ്യമില്ലാതെ കറങ്ങിടക്കാൻ പറ്റൂല. ഇനി അസുഖം വന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു എങ്കിൽ ആ മറയോടുകൂടി പോവുക. തീരെ വയ്യാതായി പോയി. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ ആഭരണങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇബാദത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഖുർആൻ ഓതി നിസ്കാരങ്ങൾ ചിട്ട വെച്ച് നല്ല റാഹത്തായിട്ടിരിക്കണം. ഇത് നിർബന്ധമായ അമലാണ്, സുന്നത്തല്ല. ചെയ്തില്ലെങ്കിൽ ശിക്ഷ നിനക്കുണ്ടാവും. അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളതാകുന്ന നിർബന്ധമായ കാര്യമാണ്. അതിനിടയിൽ 40 ദിവസം വെച്ച് പൂർത്തിയാക്കിയിട്ട് ചാടി ഇറങ്ങാൻ ഒരു പെണ്ണിനോടും വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ശക്തിയുക്തം അത് പറയാം. നല്ലതുപോലെ മനസ്സിലായിക്കോ. നമ്മുടെ ജമാഅത്തും ഇതര മഹല്ലത്തിലുള്ള ആളുകളും ഒക്കെ നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് സഫായിട്ടിരുന്ന എല്ലാവരും സഫ് കയറിയിരുന്നിട്ട് സഫ് ശരിയായിക്കേ ഓരോരുത്തരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സഫ് കറക്റ്റ് ചെയ്യാ, സഫായിട്ട് തന്നെ നിസ്കരിക്കാതിരിക്കുന്ന പോലെ ഇരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو بركة. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വുളൂഇന് ശേഷമുള്ള ദുആ ഉണ്ട്. സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാ എന്നുള്ള സൂറത്തും ഓതുക. 3 പ്രാവശ്യം അത് ഓതി വുളൂഇന് ശേഷമുള്ള ദുആ ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെയ്യത്തില്ല. സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു തരുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസാരമായി നമ്മൾ കാണുന്ന അമലാണ് അള്ളാഹിന്റെ അടുക്കൽ വലുത്. വുളൂ ചെയ്തതിനു ശേഷം കിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് അന്ധനാണെങ്കിൽ പോലും, കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ പോലും ആകാശലോകത്തേക്ക് ഇങ്ങനെ കണ്ണ് നോക്കി 2 കൈകളും ഉയർത്തി ദ്വാരക്കണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തവൻ പോലും അങ്ങോട്ട് ആകാശത്തോട്ട് നോക്കി 2 കൈകളും ഉയർത്തി കിബിലയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ഈ ദുആ ചെയ്യുക. എന്നിട്ട് സൂറത്തുൽ ഖദർ ഓതണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? സുബ്ഹാനല്ലാഹ്. ഈ ദുആഉം ഈ സൂറത്തും ഓതിയാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കും. ഒരെണ്ണം തുറന്നാൽ മതി കയറാൻ. നമ്മൾ കല്യാണത്തിന് പോയി കഴിയുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ ചെറുതായിട്ട് തുറന്നാൽ കയറുന്ന ടീംസാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി. ആണോ അല്ലയോ? ഇടിച്ചു കയറും. എപ്പോൾ കയറിയെന്ന് വെച്ചാൽ അവര് പക്കത്തിൽ ആദ്യം കയറുന്ന ടീം നമ്മളാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ 8 കവാടത്തിൽ ഒരെണ്ണം തുറന്നു കിട്ടിയാൽ മതി. എപ്പോൾ കയറിയെന്ന് വെച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് കുഞ്ഞ് ലൈല ബീഗം കായംകുളത്ത് നിന്ന് ഖത്മ 4 അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒതുക്കിയിട്ടുള്ളതാണ്. വീട് സംബന്ധമായ ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹു ബറക്കത്ത് ശരിയട്ടെ. വേഗം ലിസ്റ്റ് വായിക്കണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ വാഹൽ വറ എന്ന പുസ്തകം നമ്മുടെ ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ് അവരുകൾ അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. മഹാനുഭാവൻ നമ്മുടെ ഷെയ്ഖ് പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന മഹാനുഭാവനെ കുറിച്ച് എഴുതിയിട്ടുള്ള ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായ അറബി, അതിന്റെ മലയാള വിവർത്തനം കൂടിയിട്ടുള്ളതാണ് വാഹൽ വറ എന്ന ഗ്രന്ഥം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനെ കുറിച്ചുള്ള ചരിത്രം ആർക്കെങ്കിലും അറിയാവോ? ഷെയ്ഖ് പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന മഹാന്റെ പേരറിയാവോ? ഷെയ്ഖ് അലി ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കരുനാഗപ്പള്ളി എന്നുള്ള ഈ സ്ഥലത്തിന്റെ പേര് തന്നെ കിട്ടിയത് അവരെ കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം ഇനി ജുമായ്ക്ക് തന്നെ അവരുടെ ചരിത്രം പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. കരുനാഗപ്പള്ളി എന്നാണ്, കരുത്ത നാഗങ്ങളുള്ള സർപ്പങ്ങളുള്ള പള്ളി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ വീഴാൻ കാരണം. വെറുതെ അല്ല. ഷെയ്ഖ് അലി ഇബ്നു ഹസൻ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് പുറത്തിൽ മശായിഖന്മാർ കണ്ണൂർ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ.
ഇവരുടെ ഷെയ്ഖ് മഹാന്മാര് അവരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇതൊക്കെ വലിയ അസിരിയായ വലിയ സയ്യിദന്മാരും സാദാത്യങ്ങളാണ്. അവരെ ഇകഴ്ത്തിക്കൊണ്ടോ അവരെ തഴഞ്ഞോട്ടോ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവൂല. എപ്പോഴും അവർക്കൊരു ഫാത്തിഹായ ഒരു യാസീനെ നമ്മൾ ഓതണം. അള്ളാഹു എടുത്ത തൗഫീഖ് നൽകട്ടെ, അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. വലിയ മഹാന്മാരാണ്. ഔലിയാക്കളെ നിന്ദിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ച നമുക്കുണ്ടാവൂല. അത് മനസ്സിലായിക്കോ. അവരുടെ ഉയർച്ച കൊണ്ടേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രം എഴുതിയ പുസ്തകം ഇവിടെ അബ്ദുസ്സലാം ഉസ്താദ്, ഇതാ പുറകെ നിൽക്കുന്ന ഉസ്താദ് അബ്ദുസ്സലാം ഉസ്താദ്. അദ്ദേഹം ഇവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ വാതുക്ക വെക്കും. നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ അതൊരെണ്ണം കൈപ്പറ്റിക്കോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പറ്റുന്നതായ അവർക്ക് ഉപയോഗപ്രദമാകുന്ന വിഷയങ്ങളും പുസ്തകങ്ങളും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ കൈവശമുണ്ട്. അതൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. ഈ വാഹൽ വറ എന്നുള്ള പുസ്തകം 130, മറ്റേത് 50 രൂപയുള്ളൂ. 200 രൂപയുടെ രണ്ടും കൈപ്പറ്റ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലീം എന്ന സഹോദരൻ 2 ലൈറ്റ് സംഭാവന. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. മുൻകോപം മാറാൻ നല്ല നിയത്താണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. 6 ഫാന് 3 പേരുകൾ കണ്ടില്ലേ ഇവിടെ ഫാനൊക്കെ ഇപ്പൊ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. തറാവീഹ് നിസ്കരിക്കാനൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. മാമ്പള്ളി നിസാറിന്റെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒപ്പം വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വാപ്പാക്ക് അള്ളാഹു പരിപൂർണമായ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. മാതാവിന്റെ ഖബർ വിശാലമാകാൻ 75,000 ഒക്കെ വിടാൻ വേണ്ടി ദ്വാരക്കണം. +2 എഴുതിയിട്ട് നിൽക്കുന്ന മകൾക്ക് വേണ്ടി ദ്വാരക്കണം. നസിയ മെഡിസിൻ MBBS ലാസ്റ്റ് പരീക്ഷ അടുത്ത മാസം 7-ാം തീയതി ദ്വാ ചെയ്യണം. അതുപോലെ തന്നെ കുറെ ഹലാലായ ആഗ്രഹങ്ങളുണ്ട്, സാധ്യമാകാൻ വേണ്ടി ദ്വാരക്കണം. എപ്പോഴും എന്നെയും കുടുംബത്തിനും ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ദിക്ർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ എണ്ണ ഞാനത് ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. 45,320 സലാത്തും 1 ഖത്തുമും. ഈ പറയുന്നവരൊക്കെ ഖത്തും ഓതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഖത്തുമുകൾ ഓൾറെഡി നേരത്തെ റൂഹ ബയാൻ കുടുംബാദികൾ പറഞ്ഞു വെച്ചതുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ ദ്വാരക്കാം.